السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ ഹസീബ് എന്ന തിരുനാമമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. എല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശ്വാസികൾ അറിഞ്ഞിരിക്കലും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിച്ചിരിക്കലും അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കലും അനിവാര്യമാണ്. അൽ ഹസീബ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് തീർപ്പും അത് പരിഹരിക്കുവാൻ മതിയായവനുമാണ് അള്ളാഹു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭീതിജനകമായ അവസ്ഥകളിൽ, പ്രയാസകരമായ പ്രതിസന്ധികളിൽ ഒരു വിശ്വാസി തനിക്ക് കാവലായി, തനിക്ക് സുരക്ഷയായി അള്ളാഹു ഉണ്ട് എന്ന ഇത്തരം പേരുകൾ മനസ്സിലാക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ അവന് നന്നേ ബോധ്യപ്പെടും. ഒരു ദാസനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് അത് പരിഹരിക്കുവാൻ മതിയായവനാണ് അള്ളാഹു. ആ അർത്ഥമാണ് അൽ ഹസീബ് എന്നുള്ള നാമം ഉൾക്കൊള്ളുന്നത്. പ്രയാസങ്ങൾ എളുപ്പമാക്കുകയും പ്രതിസന്ധികളെ പോക്കുകയും ചെയ്യുന്നവനാണ് അൽ ഹസീബായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ ഹസീബ് എന്ന അള്ളാഹുവിൻ്റെ നാമം കണക്ക് നോക്കുന്നവൻ, വിചാരണ നടത്തുന്നവൻ എന്ന അർത്ഥത്തിലും വരും. ഇൻഷാ അല്ലാഹ് എന്താണ് കണക്ക് നോക്കുന്നവൻ, വിചാരണ നടത്തുന്നവൻ എന്ന അർത്ഥം അൽ ഹസീബ് എന്ന പേര് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ തേട്ടം അതും ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കും. അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് തൻ്റെ പ്രശ്നങ്ങൾക്ക് മതിയായവൻ, അത് തീർക്കുവാൻ, പരിഹരിക്കുവാൻ മതിയായവൻ അള്ളാഹുവാണ് എന്ന ബോധ്യത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർക്ക് അള്ളാഹു മതി. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർക്ക് അള്ളാഹു ഹസ്ബ്, മതി എന്നാണ് നമ്മൾ വിശുദ്ധ ഖുർആനിൽ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ, അത് നമ്മുടെ ഇഹപര പ്രശ്നങ്ങൾ,
അതേപോലെ നമ്മളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അള്ളാഹു മതി. ഈ ബോധ്യത്തിൽ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവർക്ക് അള്ളാഹു മതി. ചരിത്രത്തിലൊരു സംഭവം, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയ സംഭവം എല്ലാവർക്കും അറിയാം. മദീനയിൽ ബനുൽ മുസ്തലഖ് യുദ്ധം അല്ലെങ്കിൽ മുറൈസി യുദ്ധം, അതിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യുദ്ധശേഷം മടങ്ങുകയാണ്. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്രമിക്കുവാൻ എല്ലാവരും ഇറങ്ങി താമസിച്ച ഒരു സ്ഥലത്ത് വെച്ച് അവരുടെ ആവശ്യ നിർവഹണത്തിന് പോകുന്നത്. അങ്ങനെ ആവശ്യം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവരുടെ കഴുത്തിലടഞ്ഞിരുന്ന മാല പൊട്ടി അതിൻ്റെ മുത്തുകൾ പെറുക്കുന്ന തിരക്കിൽ വ്യാപൃതമായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ ആവശ്യങ്ങളും അതേപോലെ അന്വേഷണവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും സ്ഥലം വിട്ടിരിക്കുന്നു. അവരുടെ ഒട്ടകക്കട്ടിലിൽ അവരുണ്ട് എന്ന് നനച്ച് സഹാബികൾ അത് ഒട്ടകത്തിന്മേൽ വെച്ച് ഒട്ടകത്തെ തെളിച്ച് യാത്രയായി. യഥാർത്ഥത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ അവിടെ തങ്ങി ശേഷിച്ചു. അള്ളാഹു അവനുദ്ദേശിക്കുന്ന ചില മുറാദുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു സംഭവം. ഈ സംഭവത്തിൽ ഒരു പ്രധാന ഭാഗമുണ്ട്. അതെന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പിൽക്കാലത്ത് ഈ സംഭവത്തെ അനുസ്മരിക്കുന്നുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ തിരുനബിയുടെ ഭാര്യമാരെല്ലാവരും കൂടിയിരിക്കുമ്പോൾ അവരുടെ വിവാഹത്തെക്കുറിച്ച് ഫഖ്ർ പറയും. ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താ അവർ പറയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങൾക്കുപരിയിൽ വെച്ചാണ് എൻ്റെ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർവഹിച്ചു കൊടുത്തത് എന്ന് പറയും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയും, അനല്ലദീ അൻസലല്ലാഹു ബറാഅതി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിരപരാധിയാണ്, കുറ്റം ചെയ്യാത്തവളാണെന്ന എൻ്റെ നിരപരാധിത്വം അള്ളാഹു ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് അവതരിപ്പിച്ചത് എൻ്റെ വിഷയത്തിലാണെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ വകയായിട്ട് അവർ കുറ്റം പറയും. കാരണം എന്താ? കപട വിശ്വാസികൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തി. ആ പറയപ്പെട്ട യാത്രയിൽ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു വൈകി വന്നു ചില കാരണങ്ങളാൽ. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവിടെ ഇരിക്കണത് കാണുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സഫ്വാൻ ഇബ്നു മുഅത്തലിനെ അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, സൗജത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഇസ്തിർജാ നടത്തി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ സൗജത്ത് ആണോ എന്ന്, ഭാര്യയാണോ എന്ന് ചോദിക്കാൻ മാത്രം അദ്ദേഹം ചെയ്തത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെ കിടത്തി ഒട്ടകക്കട്ടിൽ അടുത്ത് വെച്ചു. അത് ആയിഷമ്മ കയറിയിട്ട് എന്ത് ചെയ്തു? സഫ്വാൻ ഇബ്നു മുഅത്തൽ ആ ഒട്ടകത്തിന്മേൽ വെച്ചിട്ട് ഒട്ടകത്തെ മദീനയിലേക്ക് നയിച്ചു. ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും വരെ ആടിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ഒരു വർത്താനല്ലാതെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സൗജത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വർത്താനല്ലാതെ കേട്ടിട്ടുമില്ല. ആരിൽ നിന്ന്? സഫ്വാനിൽ നിന്ന് കേട്ടിട്ടുമില്ല. ഖലാസ്. ഇത് ചരിത്രം. സൈനബും ആയിഷയും റളിയല്ലാഹു അൻഹുമ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഈ രണ്ട് സംഭവങ്ങൾ അനുസ്മരിക്കുകയാണ്. എൻ്റെ വിവാഹം ആകാശങ്ങൾക്കുപരിയിൽ അള്ളാഹു നിർവഹിച്ചു എന്ന് സൈനബ് പറയുമ്പോൾ ആയിഷമ്മ പറയും, എൻ്റെ നിരപരാധിത്വം ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഈ സമയം സൈനബ് റളിയല്ലാഹു തആല അൻഹ ആയിഷമ്മയോട് ചോദിക്കുന്നുണ്ട്, ആയിഷ നിങ്ങൾ സഫ്വാൻ ഇബ്നു മുഅത്തലിൻ്റെ ഒട്ടകക്കട്ടിലേക്ക് കയറിയപ്പോൾ, ഒരന്യൻ്റെ കട്ടിലാണല്ലോ കയറുന്നത്, ആ ഒട്ടകത്തിൻ്റെ ഇതിലേക്ക് കയറിയപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് ചൊല്ലിയത്?
അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ പറഞ്ഞത് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹു ആകുന്നു. കണ്ടോ, ഇവിടെ നോക്കി നിങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ സന്ദർഭം ഇത് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. കാരണം മരുഭൂമിയിൽ അതിൻ്റെ വിജനതയിൽ ആരോരുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ യാത്രയായി. ആ ഏകാന്തതയിൽ അവർ പിന്നെ ഒരു അഭയം കാണുന്നത് ഈ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ, ഭീതിയിൽ അവർ പറഞ്ഞതെന്താ? അവർ പറഞ്ഞത് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹസീബാണ്. ഭീതി മാറ്റി പ്രശ്നങ്ങളെ ദൂരീകരിച്ച് വിശ്വാസികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ മതിയായവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ മദീനയിൽ എന്തെല്ലാം പുകിലുകൾ, എന്തെല്ലാം അരങ്ങേറ്റങ്ങൾ നടന്ന് കപട വിശ്വാസികൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിൻ്റെ നേതൃത്വത്തിൽ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ചും സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹുവിനെ കുറിച്ചും അപവാദ പ്രചരണം നടത്തി. കാടിളക്കിയ പ്രചരണം ജൂതന്മാരും കപടന്മാരും ഒന്നിച്ച് നടത്തി. പല സഹാബികളും അതിൽ വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ആ പ്രതിസന്ധിയുടെ നാളുകളിൽ ഏറെ വിഷമിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വ്യാജവാർത്തയാണ്, ഇത് കളവാണ് എന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും സഫ്വാൻ ഇബ്നു മുഅത്തലിൻ്റെയും നിരപരാധിത്വം അവതരിപ്പിച്ചു. ഖിയാമത്ത് നാൾ വരെ ലോകം പാരായണം ചെയ്യുവാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ സൂറത്ത് അന്നൂറിൽ ധാരാളം ആയത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും ചെയ്തു. കണ്ട, അല്ലാഹു ഹസീബാണ്, അവൻ മതി പ്രശ്നങ്ങൾ തീർക്കുവാൻ, പ്രതിസന്ധികൾ പോക്കുവാൻ, വിഷമതകളെ ദൂരീകരിക്കുവാൻ, ഒരു നല്ല ഖൈർ നാളേക്ക് പ്രദാനം ചെയ്യുവാൻ. അതാണ് അൽ ഹസീബ് എന്നുള്ള പേര് അർത്ഥമാക്കുന്നത്. പക്ഷേ ആ ഒരു ബോധവും വിശ്വാസവും ആർക്ക് വേണം? അത് വിശ്വാസികൾക്ക് വേണം. എന്താ ഹസ്ബി അല്ലാഹ് എന്നതിൻ്റെ മാന? അതേപോലെ അല്ലാഹു ഹസീബാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ പേര് തേടുന്നതെന്ത്, അർത്ഥമാക്കുന്നതെന്ത് എന്നുള്ളത് വിശ്വാസികൾ അറിയണം. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വിശ്വാസികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എവിടുന്നാണ് പ്രഖ്യാപിച്ചത്? ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വിശ്വാസികളുടെ പ്രഖ്യാപനം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ളതാണ്. എന്തേ അങ്ങനെ പ്രഖ്യാപിക്കാൻ കാരണം? ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് അതിൻ്റെ രണ്ടാം ഘട്ടം പരാജയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു. ശത്രുക്കൾ തിരുനബിയെ വെട്ടി, കുഴിയിൽ വീഴ്ത്തി, തിരുനെറ്റി പൊട്ടി, കവിള് കീറി, പിരടിക്ക് വെട്ടേറ്റു. സഹാബികളിൽ 70ഓളം സഹാബികൾ രക്തത്തിൽ കുളിച്ചു മരിച്ചു, ഷഹീദായി. വലിയ പ്രതിസന്ധി ഉണ്ടായത്. അങ്ങനെ ഉഹദിൻ്റെ പൊടിയടങ്ങിയിട്ട് വിശ്വാസികൾ മദീനയിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുമ്പോഴാണ് വാർത്ത. എന്താ വാർത്ത? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, മക്കക്കാർ വീണ്ടും ഒരിക്കൽ കൂടി മദീനയെ ആക്രമിക്കുവാൻ ആ സൈനിക സന്നാഹം ഒരുക്കുന്നു, അവർ ഒരുമിച്ച് കൂടുന്നു എന്നുള്ള വാർത്തയാണ് കപട വിശ്വാസികൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, പ്രചരിപ്പിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ മുറിവ് വീണ ശരീരങ്ങളുമായി, ബന്ധുക്കളും ഇഷ്ടക്കാരും നഷ്ടപ്പെട്ട മനസ്സും വേദനയുമായി മദീനയിലേക്ക് മടങ്ങുമ്പോൾ വീണ്ടും മക്കക്കാർ ഇനി ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്ത കേൾക്കുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വിശ്വാസികൾ പറഞ്ഞത്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹു ആകുന്നു. എന്തേ സംഭവിച്ച്? അബൂ സുഫിയാനും മക്കയിലെ മുശ്രിക്കുകൾക്കും വീണ്ടും ഒരിക്കൽ മക്കയിലേക്ക് നിന്ന് അല്ലെങ്കിൽ വഴിയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങാൻ തോന്നിയില്ല. അവർ മദീനയെ ആക്രമിക്കാനോട്ട് വന്നതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും സുരക്ഷിതരായി മദീനയിൽ മടങ്ങി. അവർ മദീനയിൽ സുരക്ഷിതരായി. അപ്പോൾ അതാണ് അല്ലാഹു ഹസീബ് എന്ന നാമം അല്ലാഹുവിനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ നാമത്തിൻ്റെ അർത്ഥവും തേട്ടവും ഗ്രഹിക്കുമ്പോൾ ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ ഇത് നമ്മൾ പ്രഖ്യാപിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പ്രഖ്യാപിച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. എന്താ
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വിശ്വാസി. ഇറാഖിൽ ആ നാട്ടുകാർ മുഴുവൻ അവിശ്വാസികൾ, ഭരണാധികാരി നാട്ടിൽ അവിശ്വാസി. അങ്ങനെ ഭരണാധികാരിയും ഭരണീയരുമെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് എതിരിലാകുമ്പോൾ സ്വകുടുംബത്തിൽ പിതാവ് പോലും അനുകൂലിക്കാനില്ല. പിതാവ് പറയുന്നത് ല അർജുമന്നക്, ഇബ്രാഹിം നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും എന്നാണ്. വഹ്ജുർനി മലിയ, വീട് വിട്ട് പോയിക്കോ എന്നാണ് പറയുന്നത്. അപ്പം നാടും വീടും എതിര്, ഭരണാധികാരിയും ഭരണീയരും എതിര്. അങ്ങനെയാണ് തീക്കുണ്ടാരം ഒരുങ്ങുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. എന്താ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ജിബ്രീലിൻ്റെ പോലും സഹായം വിസമ്മതിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായത്തിൽ കാണാം, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ ഖാലഹ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തീയിലെറിയപ്പെട്ടപ്പോൾ പ്രഖ്യാപിച്ചതാണ് എന്നാണ് പറയുന്നത്. എന്തുണ്ടായത്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചപ്പോൾ രംഗെന്താ? മുന്നിൽ തീക്കുണ്ടാരം, എറിയുന്നവർ ശത്രുക്കൾ. ആ തീക്കുണ്ടാരത്തിലേക്ക് തെറ്റാലിയിൽ എറിയുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വായുവില അതിക്ക് വീഴാൻ പോവുക. അപ്പോഴാണ് ഹസ്ബി അല്ലാ അല്ലെങ്കിൽ ഹസ്ബുൻ അല്ലാ എന്ന് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീനെ ചൂടുമാറ്റി തണുപ്പാക്കി, അത് സുരക്ഷിതവുമാക്കി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തീയും ബർദുൻ അതേപോലെ സലാമും തണുപ്പും സമാധാനവുമായി പരിണമിച്ചു. ഇതാണ് അള്ളാഹു ഹസീബ് എന്ന പേര് അള്ളാഹ്ക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നതായ പാഠങ്ങൾ. ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. എന്താ സംഭവത്തിൽ? ബൈനമ ഇംറഅത്തുൻ തുർദിഉ ഇബ്നഹ ഇദ് മർറ ബിഹാ റാകിബുൻ വഹിയ തുർദിഉ. ഒരു ഉമ്മ കൈക്കുഞ്ഞിന് മുലയൂട്ടാണ്. അപ്പം മുലയൂട്ടുമ്പോൾ ഒരു കുതിര സവാരിക്കാരൻ പോവുകയാണ്. ഒരു നല്ല ദൃഢഗാത്രനായ ഒരു കുതിര സവാരിക്കാരൻ പോവുകയാണ്. അപ്പോൾ ഈ ഉമ്മ കുതിര സവാരനെ കണ്ടപ്പോൾ പറയാണ്, അല്ലാഹുമ്മ ലാ തുമിത് ഇബ്നി ഹത്താ യകൂന മിസ്ല ഹാദാ. കുട്ടീനെ നോക്കിയിട്ട് പറയാണ്, ഉമ്മ മുലയൂട്ടുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് പറയാണ്, അള്ളാഹുവേ എൻ്റെ ഈ കുട്ടിയെ നീ മരിപ്പിക്കരുത്, ഈ സവാരിക്കാരനെ പോലെ ഒരു സവാരിക്കാരൻ എൻ്റെ കുഞ്ഞായി മാറണത് വരെ. ഏതൊരു ഉമ്മാരും അങ്ങനെയാണല്ലോ അല്ലേ? ഒരു നല്ല ഒരു രംഗം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനും അങ്ങനെ ആ ഒരു വേദി പങ്കിട്ടെങ്കിൽ എന്നും ഉമ്മാരാഗ്രഹിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്, എൻ്റെ കുഞ്ഞിനെ നീ മരിപ്പിക്കരുത്, ഇതേപോലെ ഒരു സവാരിക്കാരനായിട്ട് എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നത് വരെ എന്ന് ഉമ്മ അഭിലഷിക്കുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ മുലയൂട്ടപ്പെടുന്ന കുഞ്ഞ് പറയാണ്, അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ലഹു, അള്ളാഹുവേ ആ കുതിര സവാരിക്കാരനെ പോലെ നീ എന്നെ ആക്കരുതേ എന്ന് കുട്ടി പ്രാർത്ഥിച്ച അള്ളാഹിനോട്. അങ്ങനെ സുമ്മ റജഅ ഫിസ്സദി, ഇത് പറഞ്ഞിട്ട് വീണ്ടും കുട്ടി ഉമ്മയുടെ മുല കുടിക്കുകയാണ്, പാല് കുടിക്കുകയാണ്. അപ്പോൾ ചെറിയ കുഞ്ഞാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വമുറ ബിംറഅത്തിൻ തുജറർ വയുൽഅബു ബിഹ. അപ്പോഴാണ് ആ ഉമ്മൻ്റെ കൺമുമ്പിലൂടെ ഒരു സ്ത്രീയെ വലിച്ചു വെച്ച് അവർക്ക് നേരെ ഗോഷ്ഠി കാണിച്ച് കൊണ്ടുപോകണത്. ഒരു പെണ്ണിനെ ആളുകൾ എന്ത് ചെയ്യാണ്? വലിച്ചു വെച്ച് കൊണ്ടുപോവുകയാണ്. അവരുടെ നേരെ ഗോഷ്ഠി കാണിക്കുന്നുണ്ട്. എന്തോ ഒരു അപരാധം ചെയ്ത രീതിയിലാണ് എന്ത് ചെയ്യണത്? അവരോട് പെരുമാറുന്നത്. ഈ രംഗം കണ്ടപ്പോൾ ആ മാതാവ് കുഞ്ഞിനെ മുലയൂട്ടുന്ന പെണ്ണ് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജഅൽ ഇബ്നി മിസ്ലഹ, അള്ളാഹുവേ നീ ഒരിക്കലും എൻ്റെ മകനെ ഈ പെണ്ണിനെ പോലെ ആക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീൻ്റെല്ല, ആ കുട്ടി കുടി നിർത്തിയിട്ട് പാല് കുടിക്കണത് നിർത്തിയിട്ട് പറഞ്ഞത്, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹ, അള്ളാഹുവേ ആ പെണ്ണിനെ പോലെ നീ എന്നെ ആക്കണേ എന്നാണ് പറഞ്ഞത്. ആ പെണ്ണിനെ പോലെ നീ എന്നെ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇതിൻ്റെ ഒരു വിവരണം? ഹദീസിൽ കാണാം, അമ്മർ റാകിബു ഫഇന്നഹു കാഫിർ. ആ കുതിര സവാരിക്കാരനുണ്ടല്ലോ, അയാൾ കാഫിറാണ്.
ഉമ്മ അഭിലഷിക്കുന്നത് മകൻ അതുപോലെ ആകണം എന്നാണ്. പക്ഷേ കുട്ടി പറഞ്ഞത് എന്താ, ഇന്ന അതുപോലെ ആക്കരുത് എന്നാണ്. കാരണം അത് കാഫിറാണ്, നരകത്തിൻ്റെ വിറകും കൊള്ളി. അതുകൊണ്ട് അങ്ങനെ ആവരുത് എന്ന് കുട്ടി പ്രാർത്ഥിച്ചു. എന്നാൽ സ്ത്രീ, അവരെക്കുറിച്ച് എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? വ അമ്മൽ മർഅതു ഫഇന്നഹും യഖൂലൂൻ ലഹാ തസ്നി വ തഖൂൽ ഹസ്ബി അല്ലാഹ്. ഈ പെണ്ണിനെ ആളുകൾ വലിച്ചു വെച്ച് അവരുടെ നേരെ അവർ ഗോഷ്ഠി കാണിച്ച് അവരെ ഉപദ്രവിക്കുമ്പോൾ ഈ ആളുകൾ പെണ്ണിനോട് പറയുന്നത് നീ വ്യഭിചരിച്ചിരിക്കുന്നു പെണ്ണേ എന്നാണ്. യഥാർത്ഥത്തിൽ ആ പെണ്ണ് വ്യഭിചരിച്ചിട്ടില്ല, പിന്നെയോ അപവാദ പ്രചരണം നടത്തിയതാണ്. വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? അവളെ വലിച്ചു വെക്കുകയും അവളെ ദ്രോഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ പെണ്ണ് എന്താ പറയണത്? ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ നീ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നത് ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹു മതി. ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹു മതി. വയഖൂലൂൻ, ആളുകൾ ഈ പെണ്ണിനെ വലിച്ചു വെക്കുമ്പോൾ അവളോട് പറയാണ് തസ്രീഖു, നീ മോഷ്ടിച്ചിരിക്കുന്നു. അവ രണ്ടാമത്തെ അപരാധം. വ്യഭിചരിച്ച ഒരു പെണ്ണ്, മോഷ്ടിച്ച ഒരു പെണ്ണ് എങ്ങനെ ഉണ്ടാകുക ആളുകളുടെ ദൃഷ്ടിയിൽ? അതുകൊണ്ട് തന്നെ അവർ വലിച്ചു വെച്ച് അവളുടെ നേരെ അവർ ഗോഷ്ഠി കാണിക്കണം. അപ്പോൾ ഈ സ്ത്രീ പറയാണ് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. അവർ മോഷ്ടിച്ചിട്ടുമില്ല, അവർ വ്യഭിചരിച്ചിട്ടുമില്ല. അപ്പം നോക്കി നിങ്ങൾ, ഈ കുട്ടി പറഞ്ഞതെന്താ? എനിക്ക് ആ പെണ്ണിനെ പോയാലായാൽ മതി എന്നാണ്. ആ പെണ്ണ് അപരാധിയാണ്, തെറ്റ് ചെയ്യാത്തവളാണ്. മാത്രമല്ല അള്ളാഹു തനിക്ക് മതി എന്ന് പ്രഖ്യാപിക്കുവാൻ മാത്രം വിശ്വാസം ഉറച്ചവളും ദീൻ ഉൾക്കൊണ്ടവളുമാണ്. അതാണ് ആകേണ്ടത്. കണ്ട, പ്രതിസന്ധികളിൽ, വിഷമതകളിൽ, പ്രയാസങ്ങളിൽ അള്ളാഹു മതി. കാരണം എന്താ? അള്ളാഹ്ക്ക് ഹസീബ് എന്ന പേരുണ്ട്. അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് അള്ളാഹു മതി. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, അവരുടെ വിഷമതകൾക്ക് തീർപ്പാക്കുവാൻ, അവരുടെ ദുരിതം പോക്കുവാൻ എന്നുള്ളതാണ്. ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൈഫ അൻഅം വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി അൽ ഖർന വഹന ജബ്ഹതഹു വഅസ്ഗാ സമഅഹു യൻതദിറു അൻ യുഅ്മർ അൻ യൻഫുഖ് ഫയൻഫുഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ആഹ്ലാദ ചിത്തനായിട്ട് ചിരിക്കുമായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹിനോട് അതിനെക്കുറിച്ച് ചോദിച്ച്, അപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, കൈഫ അൻഅം, ഞാൻ എങ്ങനെ നിർവൃതിയിൽ ആറാടാനാണ്. വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനിൽ ഖർൻ, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? മലക്ക് കാഹളത്തിലൂതും. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിലൂതപ്പെടും. അപ്പോൾ കാഹളത്തിലൂതുവാനുള്ള മലക്ക് കാഹളത്തെ ചുണ്ടിൽ കടിച്ചു പിടിച്ചിരിക്കുന്നു. വഹന ജബ്ഹതഹു, തൻ്റെ നെറ്റി ശിരസ് താഴ്ത്തിയിരിക്കുന്നു. വഅസ്ഗാ സമഅഹു, തൻ്റെ കാത് കൂർപ്പിച്ചിരിക്കുന്നു. യംതളിറു അൻ യുഅ്മർ അൻ യൻഫുഖ്, കാഹളത്തിൽ ഊതുവാനുള്ള അള്ളാൻ്റെ കൽപ്പനക്ക് കാതോർക്കുക. ഫയൻഫുഖ്, കൽപ്പന വന്നാൽ ഊതും. അപ്പം അന്ത്യനാളിൽ സംഭവിക്കുവാൻ കാഹളത്തിൽ ഊതുവാൻ നിശ്ചയിക്കപ്പെട്ട മലക്ക് കാഹളം ചുണ്ടിൽ കടിച്ചു പിടിച്ച് തൻ്റെ തല താഴ്ത്തി കാതോർക്കുകയാണ്. എപ്പോഴാണ് ഊതാൻ കൽപ്പിക്കണം അപ്പോൾ ഊതാൻ. അവസ്ഥ ഇങ്ങനെയാണ് എന്നിരിക്കെ കൈഫനം, എങ്ങനെ നിർവൃതിയിൽ സന്തോഷത്തിൽ ആഹ്ലാദചിത്തനായി കഴിയാനാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവന്താ രംഗം? ഭീതിയുടെ രംഗാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വർണ്ണിക്കുമ്പോൾ രംഗം ഭീതിജനകാണ്. അപ്പോൾ അന്ന് സഹാബികൾ ഖാലൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ പറഞ്ഞു, ഫകൈഫ നഖൂലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ എന്താണ് പറയുക, എന്ത് പറയും, എങ്ങനെ പറയും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂലു, നിങ്ങൾ പ്രഖ്യാപിക്കുക, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ തവക്കൽനാ അലല്ലാഹി റബ്ബിനാ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ തവക്കൽനാ അലല്ലാഹി റബ്ബിനാ. ഇത് നിങ്ങൾ പ്രഖ്യാപിച്ചോളിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കണ്ടോ, ഒരു ശ്വാസം മുട്ടണ രംഗ. കാഹളത്തിൽ അന്ത്യനാളിനെ സംഭവിപ്പിക്കുവാൻ മലക്ക് കാഹളത്തിലൂതും. അതിനുവേണ്ടി മലക്ക് കാഹളം ചുണ്ടിൽ പിടിച്ചിരിക്കുന്നു, കാതോർത്തിരിക്കുകയാണ്, തല താഴ്ത്തിയിരിക്കുകയാണ്, കൽപ്പന പ്രതീക്ഷിക്കുകയാണ്. രംഗെന്താ?
ഭീതിജനകമായ രംഗാണ്. അപ്പം ഞങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, നിങ്ങൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽനാ അലല്ലാഹി റബ്ബിന എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, വിഷമതകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ വരുമ്പോൾ ആ വിഷമതകളെ മാറ്റാൻ, ദുരിതങ്ങൾ പോക്കാൻ, പ്രയാസങ്ങൾ നീക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ അൽ ഹസീബ് എന്ന പേര് അർത്ഥമാക്കുന്നത്. വിശ്വാസികൾ അത് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹൻ നബി ഹസ്ബുക്കല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. യാ അയ്യുഹൻ നബി, നബിയെ ഹസ്ബുക്കല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു മതി. വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, നിങ്ങളെ അനുധാവനം ചെയ്ത മുഅ്മിനീങ്ങൾക്കും അള്ളാഹു മതി. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ ജനഹു ലിസ്സൽം ഫജ്നഹ് ലഹ. അവിശ്വാസികൾ സന്ധി സംഭാഷണത്തിന് താഴ്മ കാണിച്ചാൽ ഫജ്നഹ് ലഹ, നിങ്ങൾ സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് താഴ്മ കാണിക്കണം. വതവക്കൽ അലല്ലാഹ് ഇന്നഹു വസ്സമീഉൽ അലീം, നിങ്ങൾ അള്ളാഹുവിൽ തവക്കലാക്കുക. അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനത്തിൻ്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധക്കൊതിയനല്ല. അവിശ്വാസികൾ അവർ സന്ധി സംഭാഷണത്തിന് തയ്യാറാണ് എങ്കിൽ അള്ളാഹു റസൂലുള്ളാഹിനോട് പറയുന്നത്, നിങ്ങളും സന്ധി സംഭാഷണത്തിന് തയ്യാറാകണം. അവർ ചതിപ്രയോഗം ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഫഇന്ന ഹസ്ബക്കല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു മതി. ചിലരെന്ത് ചെയ്യും, സന്ധി സംഭാഷണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മുസ്ലിമീങ്ങളിൽ നിന്ന് സന്ധി സംഭാഷണവും സ്വീകരിക്കും. പക്ഷെ അവർ ചതിയെ ഉദ്ദേശിക്കുക. റസൂലുള്ളാഹിനോട് പറയാണ്, അവർ സന്ധിക്ക് കീഴ്പ്പെട്ടാൽ നിങ്ങളും കീഴ്പ്പെട്ടോളി. അവർ ചതിയാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഫൈന ഹസ്ബക്കല്ലാ, നിങ്ങൾക്ക് അള്ളാഹു മതി. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഫഇന്ന ഹസ്ബക്കല്ലാ, പ്രവാചകരെ നിങ്ങൾക്ക് അള്ളാഹു മതി. ഹുവല്ലദി അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, അള്ളാഹു അത്രേ അവൻ്റെ സഹായം കൊണ്ടും വിശ്വാസികളെ കൊണ്ടും നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹസീബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, ദുരിതങ്ങളെയൊക്കെ പോക്കാൻ, നീക്കാൻ മതിയായവനാണ് എന്നുള്ളതാണ്. വിശ്വാസികളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞു, وَمِنْهُمْ مَنْ يَلْمِزُكَ فِي الصَّدَقَاتِ فَإِنْ أُعْطُوا مِنْهَا رَضُوا وَإِنْ لَمْ يُعْطَوْا مِنْهَا إِذَا هُمْ يَسْخَطُونَ. കപടവിശ്വാസികൾ വിശ്വാസികളെ ആക്ഷേപിക്കുവാനും കുത്തി പറയാനും തുടങ്ങി. കപടവിശ്വാസികൾ യുദ്ധാർത്ഥ സ്വത്ത് ഓരി വെക്കുമ്പോൾ അവർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ റസൂലുള്ളാഹിനെ കുറ്റം പറയും. അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ ദാനധർമ്മങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് കുറച്ചാണ്, അല്ലെങ്കിൽ അത് തൂക്കം പോരാ, അത് മുന്തിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികളെ കുത്തി പറയും. ആര്? കപടവിശ്വാസികൾ. ഫൈൻ ഓർത്തു മിൻഹ റദു, അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തൃപ്തിപ്പെടും. വൈലം യോത്തു മിൻഹ ഇദാഹും യസ്ഖതൂൻ, അത് കൊടുത്തിട്ടില്ലെങ്കിലോ അവർ ദേഷ്യപ്പെടും ചെയ്യും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ. എന്നിട്ട് അള്ളാഹു പറയണം, വലൗ അന്നഹും റദൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു വഖാലു ഹസ്ബുനല്ലാഹ് സയുതീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. വലൗ അന്നഹും റദൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും നൽകിയത് അതിലവർ തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ, വഖാലു ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല കപടവിശ്വാസികളോട് പറയാണ്. കാരണം എന്താ? വിശ്വാസികളുടെ പ്രഖ്യാപനം അതാണ്. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി. സയുതീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു, അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകും, അള്ളാഹുവിൻ്റെ റസൂലും നൽകും. വിശ്വാസികളുടെ പ്രഖ്യാപനം അതാണ്, ഞങ്ങൾക്ക് അള്ളാഹു മതി. അതേസമയം കപടവിശ്വാസികൾ അങ്ങനെയല്ല. കപടവിശ്വാസികൾ കൊടുത്തത് പോരാ, കൊടുത്തിട്ടില്ലെങ്കിൽ ദേഷ്യം, ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഹസ്ബുനല്ലാഹ് ഇത് പ്രഖ്യാപിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്.
എന്താ ഇത് പ്രഖ്യാപിച്ചാൽ? അള്ളാഹു മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നം പോക്കാൻ, ദുരിതം മാറ്റാൻ, പ്രതിസന്ധികളെ അകറ്റാൻ അള്ളാഹു മതി. അതിലെ ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ ചിലതൊക്കെ കേൾക്കുകയുണ്ടായത്. അൽ ഹസീബ് എന്ന അള്ളാഹുവിൻ്റെ പേര്, അതിന് വിചാരണ നടത്തുന്നവൻ, കണക്ക് നോക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. എന്താ വിചാരണ നടത്തുന്നവൻ, കണക്ക് നോക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം? നമ്മൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് വായിക്കുമ്പോൾ അള്ളാഹു സരീഉൽ ഹിസാബ്, പെട്ടെന്ന് കണക്ക് നോക്കുന്നവനാണ് അള്ളാഹു. അതേപോലെ വഹുവ അസ്റഉൽ ഹാസിബീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിവേഗം കണക്ക് നോക്കുന്നവനാണ് എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ താല്പര്യം, അർത്ഥം? അതിവേഗം കണക്ക് നോക്കുന്നവൻ എന്നാണ് എന്താ ഇതിൻ്റെ അർത്ഥം? അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ വിചാരണ ഉണ്ട്, ദുനിയാവിലും അള്ളാഹുവിൻ്റെ വിചാരണ ഉണ്ട്. അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ വിചാരണ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ. അന്ത്യനാളിന് വേണ്ടി നാം നീതിയുടെ തുലാസ് സ്ഥാപിക്കും. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ, ഒരു മനുഷ്യനും അണു അളവ് ആക്രമിക്കപ്പെടില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹ, മനുഷ്യരുടെ കർമ്മം ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതാണെങ്കിലും അത് നാം കൊണ്ടെത്തിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, വകഫാ ബിനാ ഹാസിബീൻ, കണക്ക് നോക്കുവാൻ നാം തന്നെ മതി, കണക്ക് നോക്കുവാൻ നമ്മൾ മതി. അപ്പോൾ അള്ളാഹു വിചാരണയുടെ വേദിയിൽ അള്ളാഹുവാണ് വിചാരണ നടത്തുക. ആ വിചാരണയുടെ വേദിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കർമ്മങ്ങളും എത്തിക്കും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അത് കടുകുമണിയുടെ തൂക്കമുള്ളതാണെങ്കിലും എത്തിക്കും. എന്നിട്ടാണ് വിചാരണ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹസീബ് എന്ന് പറയുമ്പോൾ വിചാരണ നടത്തുന്നവനാണ് അള്ളാഹു. അതേപോലെ അള്ളാഹു കണക്ക് നോക്കുന്നവനാണ്. കൃത്യമായി അണു അളവ് തെറ്റാതെ പടച്ചവൻ്റെ പരലോക കോടതിയുടെ വിചാരണയുണ്ടാകും. അങ്ങനെ വിചാരണ നടത്തുന്നവനാണ് അൽ ഹസീബായ അള്ളാഹു സുബ്ഹാനഹു വ തആല. ദുനിയാവിലോ വിശുദ്ധ ഖുർആൻ സൂറത്ത് തലാഖിൽ അള്ളാഹു പറയാണ്, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ വറസുലിഹി. എത്ര നാട്ടുകാരാണ്, ആ നാട്ടുകാർ റബ്ബിൻ്റെ കൽപ്പനയെ തൊട്ടും മുർസലീങ്ങളുടെ കൽപ്പനകളെ തൊട്ടും ധാർഷ്ട്യം നടിച്ചു, അഹങ്കരിച്ചു. അള്ളാഹു പറയാണ്, ഫഹാസബ്നാഹ ഹിസാബൻ ശദീദാ, ആ നാട്ടുകാരെ നാം അതികഠിനമായ വിചാരണക്ക് വിധേയമാക്കി. വഅദ്ദബ്നാഹ അദാബൻ നുക്ര, എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ മോശമായ ശിക്ഷ ആ ആളുകൾക്ക് നൽകുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്ക് നോക്കും, വിചാരണ നടത്തും. ആരെ? അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുന്ന, മുർസലീങ്ങളുടെ അധ്യാപനങ്ങളെ തൃണവൽക്കരിക്കുന്ന, പാഴാക്കുന്ന ആളുകളെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹസീബ് എന്ന് പറയുമ്പോൾ അള്ളാഹു വിചാരണ നടത്തുന്നവനാണ്, അള്ളാഹു കണക്ക് നോക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ വിചാരണയിൽ, അള്ളാഹുവിൻ്റെ കണക്കെടുപ്പിൽ ധിക്കാരികൾ ഒരിക്കലും രക്ഷപ്പെടില്ല, ആ പിടുത്തത്തിൽ വരും എന്നുള്ളതാണ്. ഇമാം മുസ്ലിം അബു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഹൂസിബ റജുലുൻ മിമ്മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ പൂർവികരിൽ ഒരു മനുഷ്യൻ വിചാരണ ചെയ്യപ്പെട്ടു. ഫലം യൂജദ് ലഹു മിനൽ ഖൈരി ഷൈ. അള്ളാഹുവിൻ്റെ വിചാരണൻ്റെ പ്രത്യേകത കൂടിയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അയാൾക്ക് ഒരു നന്മയും കാണപ്പെട്ടില്ല. പക്ഷെ ഇല്ല അന്നഹു കാന യുഖാലിത്തുന്നാസ്, ഈ മനുഷ്യൻ ജനങ്ങളോട് ഇടപഴകുമായിരുന്നു. വകാന മൂസിറൻ, അയാളൊരു സമ്പന്നനുമായിരുന്നു. ഫകാന യഅ്മുറു ഗിൽമാനഹു അൻ യതജാവസു അനിൽ മുഅ്സിർ, ഈ മനുഷ്യൻ ആളുകൾക്ക് കടം കൊടുക്കും, പൈസക്കാരനാണ്, കടം കൊടുക്കും. പക്ഷേ കടം തിരിച്ചു വാങ്ങാൻ നിയോഗിക്കുന്ന അയാളുടെ ഭൃത്യന്മാരുണ്ട്. ആ ഭൃത്യന്മാരോട് പറയും, ഇയാൾ നിങ്ങൾ ഞെരുക്കക്കാരനെ കണ്ടാൽ അയാൾക്ക് ഇട കൊടുക്കണം, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കണം. ഇത് അയാൾ പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ എന്താ രംഗം?
അള്ളാഹുവിൻ്റെ വിചാരണയുടെ വേദിയാണ്. ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് എടുക്കുകയാണ് ഒരു വിശ്വാസി. അയാൾക്ക് നന്മയൊന്നും കാണാനില്ല. പക്ഷേ അയാളുടെ പ്രത്യേകത, അയാളൊരു സമ്പന്നനായിരുന്നു, ജനങ്ങളോട് അയാൾ ഇടപഴകും. അപ്പോൾ ആളുകൾക്ക് പൈസ കടം കൊടുക്കും. പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് അയാളുടെ ഉദ്യോഗസ്ഥന്മാരെ, ഭൃത്യന്മാരെ വിടുമ്പോൾ അവരോട് പറയും, നിങ്ങളൊരു മുഴസിറിനെ കണ്ടാൽ, ഞെരുക്കക്കാരനെ കണ്ടാൽ, പൈസ തിരിച്ചടക്കാൻ കഴിയാത്ത പ്രയാസക്കാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കാൻ പറയും. എന്താ അള്ളാഹു പറയുന്നത്? ഖാല അല്ലാഹു അസ്സ വജൽ നഹ്നു അഹഖു ബിദാലിക മിൻഹു തജാവസു അൻഹു. അയാൾ അള്ളാഹിൻ്റെ അടിമകൾക്കൊക്കെ വിട്ടുകൊടുത്ത ആളാണ്. അള്ളാഹു പറയണ അയാളെക്കാൾ വിട്ടുകൊടുക്കാനും മാപ്പാക്കാനും അർഹൻ നാമാണ്. അതുകൊണ്ട് മലക്കുകളോട് പറയും തജാവസു അൻഹു, അയാൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കും. അയാളുടെ കുറ്റങ്ങൾ അയാൾക്ക് വിട്ടുകൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആജ്ഞാപിക്കും എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഹസീബാണ്. അവൻ കണക്ക് നോക്കുന്നവനും വിചാരണ നടത്തുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ വിചാരണയുടെ വേദിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന ഒരു വിചാരണയെക്കുറിച്ചാണ് ഇവിടെ ഈ ഹദീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളുടെ പരസ്യങ്ങൾ എന്തുണ്ടോ, രഹസ്യങ്ങൾ എന്തുണ്ടോ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കും എന്ന് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. ലില്ലാഹ് മാ ഫിസ് സമാവാത്, അള്ളാഹുവിനത്രേ വാനങ്ങളിലുള്ളത്, വമാ ഫിൽ അർദ് ഭൂമിയിലുള്ളതും, വഇൻ തുബ്ദു മാ ഫി അൻഫുസികും നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും, ഔ തുഖ്ഫൂഹു അതല്ല നിങ്ങൾ അതിനെ ഒളിപ്പിച്ചു വെച്ചാലും, യുഹാസിബുകും ബിഹില്ലാ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിചാരണ നടത്തും എന്ന് അല്ലാഹു പറയാണ്. നമ്മൾ ദുനിയാവിൽ എങ്ങനെ വിചാരണ നടത്തുക? പരസ്യമായിട്ട് നോക്കിയിട്ടാണ്, ബാഹ്യം നോക്കിയിട്ടാണ്. നമുക്ക് ഉള്ളറിയില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ളത് പുറത്തെടുത്തിട്ട് വിചാരണ നടത്തുന്ന പരിപാടിയില്ല ഇവിടെ ദുനിയാവിൽ. പക്ഷേ പരലോക കോടതിയിൽ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉള്ളാണ് തുറക്കുക, ഖൽബാണ് തുറക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ഭൂമിയുടെ വിഷയത്തിൽ തർക്കമായിട്ട് വന്ന് രണ്ടാളുകൾ, വാദിയും പ്രതിയുണ്ട്. ഒരാൾ പറയുന്നത് ഇതിൻ്റെ ഭൂമിയാണ്. അപ്പോൾ പ്രതി പറയാണ് ശരിയല്ല, ഇതിൻ്റെതാണ്. വാദിയെ കേട്ടു റസൂലുള്ള, പ്രതിയെ കേട്ടു റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്ക് വാദം കേട്ടിട്ട് ഒരാൾക്ക് വിധിച്ച്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹ്നു നഹ്കും ബിദ്ദവാഹിർ വല്ലാഹു യതവല്ല സറായിർ. നമ്മൾ ബാഹ്യം നോക്കിയിട്ട് വിധിക്കും, രഹസ്യങ്ങൾ അത് ഏറ്റെടുക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വല്ലവർക്കും അപരൻ്റേത് അന്യായമായിട്ടാണ് ഞാൻ വിധിച്ചിട്ടുള്ളത് എങ്കിൽ ഇത് നരകത്തീൻ്റെ ഒരു കഷ്ണമാണ്, കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ വാദിക്കും വേണ്ടത്, പ്രതിക്കും വേണ്ടത്, രണ്ടാക്കും വേണ്ട. കാരണം എന്താ? അന്യായമായിട്ടാണ് എങ്കിൽ അത് നരകത്തീയാണ്, രണ്ടാക്കും വേണ്ട. ഇവിടെ ദുനിയാവിലെ വിചാരണയുടെ പ്രത്യേകതയാണത്. നമ്മളിവിടെ ബാഹ്യം നോക്കിയിട്ടാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസീബാണ്. അവൻ കണക്ക് നോക്കും, അവന് വിചാരണ നടത്തും. പക്ഷെ അവൻ ഉള്ളു പുറത്തു കൊണ്ടുവരും. അതാണ് യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങൾ വെളിയിലെടുക്കപ്പെടുന്ന ദിവസമാണ് അന്ത്യനാൾ. വഹുസ്സില മാ ഫി സുദൂർ, നെഞ്ചകത്തിലുള്ളത് അത് പുറത്ത് കൊണ്ടുവരപ്പെടുന്ന ദിവസമാകുന്നു അന്ത്യനാൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസീബ് എന്ന് പറയുമ്പോൾ അവൻ കണക്ക് നോക്കുന്നവനും അവൻ വിചാരണ നടത്തുന്നവനുമാണ്. ഇങ്ങനെ ഒരു മാനയും അതിനുണ്ട്. ഒരു തിരുമൊഴി ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഹസീബ് എന്ന അള്ളാഹുവിൻ്റെ പേരിൻ്റെ അർത്ഥം ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ ഇമാം ബുഖാരി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതിലെന്താ?
അസ്ന റജുലുൻ അലാ റജുലിൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വെച്ച് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ പുകഴ്ത്തി പ്രശംസിച്ച് മദ്ഹ് ചെയ്തു. അപ്പോൾ തിരുനബി ഇത് കേട്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ മദ്ഹ് ചെയ്യാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈലക് ഖതഅത ഉനുക സാഹിബിക്, നിങ്ങൾ ഈ പ്രശംസയിലൂടെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ പെരടി ഒടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം. ഖതഅത ഉനുക സാഹിബിക്, നിങ്ങൾ ഈ പ്രശംസിച്ചതിലൂടെ അയാളുടെ പെരടി ഒടിച്ചിരിക്കുന്നു, നിങ്ങൾ അയാളെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് തിരുനബി പറഞ്ഞു, മൻ കാന മിൻകും മാദിഹൻ അഖാഹു ലാ മഹാല ഫൽയഖുൽ അഹ്സിബു ഫുലാനൻ വല്ലാഹു ഹസീബുഹു വലാ ഉസക്കി അലല്ലാഹി അഹദ അഹ്സിബുഹു കദാ വകദാ ഇൻ കാന യഅലമു ദാലിക മിൻഹു. ഒരാൾക്ക് ഒരാളെ പ്രശംസിക്കണം, അത് അനിവാര്യമാണ്, ഒരൊഴിവുമില്ല. എങ്കിൽ എന്താ പറയേണ്ടത്? അഹ്സിബു ഫുലാൻ, ഇന്ന വ്യക്തിനെ കുറിച്ച് ഞാൻ ഇന്നതാണ് വിചാരിക്കുന്നത്. ഒരു നല്ലത് പ്രശംസയാണെങ്കിൽ അയാളെക്കുറിച്ച് നമ്മുടെ വിചാരം ഇങ്ങനെയാണ്. വല്ലാഹു ഹസീബുഹു, അള്ളാഹു അയാളുടെ ഹസീബാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ വിചാരണ അള്ളാഹിൻ്റെ അടുക്കലാണ്. നമുക്ക് അയാളെക്കുറിച്ച് അറിയേണ്ടത് ഇന്നതാണ്. അയാളെ വിചാരണക്കെടുക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാൾക്ക് മാപ്പ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അയാൾക്ക് ശിക്ഷ, അത് അള്ളാഹുവിലേക്ക് വിടേണ്ടതാണ്. കാരണം അള്ളാഹുവാണ് ഹസീബ്. നമുക്ക് അറിവിൽപ്പെട്ടത് ഇന്നതാണ്. വല ഉസക്കി അലല്ലാഹി അഹദ, ഇങ്ങനെ പറയാൻ പറഞ്ഞു. അള്ളാഹുവേക്കാൾ ഒരാളെയും പ്രശംസിച്ചിട്ട് നമ്മളൊന്നും പറയില്ല. അഹ്സിബുഹു കദാ വകദാ ഇൻ കാന യഅലമു ദാലിക മിൻഹു, ഒരു വ്യക്തിനെക്കുറിച്ച് നല്ലത് പറയാൻ അയാളെക്കുറിച്ച് അറിയുമെങ്കിൽ, പ്രശംസിച്ച് പറയാൻ അറിയുമെങ്കിൽ, ഇന്നതാണ് എനിക്ക് അയാളെക്കുറിച്ച് അറിയുന്നത്, അയാളെക്കുറിച്ചുള്ള വിചാരം ഇന്നതാണ് എന്ന് പറയുക എന്നല്ലാതെ ഈ ഓവർ പ്രശംസ ഉണ്ടല്ലോ, അത് ഇസ്ലാമിൽ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരാളെ പ്രശംസിക്കണത് കണ്ടപ്പോൾ നിങ്ങൾ അയാളെ കൊന്നു എന്നാണ് പറഞ്ഞത്. ഒരു ഹദീസിൽ കാണാം, സഹീഹുൽ ജാമിയിൽ ഷെയ്ഖ് അൽബാനി സഹിയായി ഉദ്ധരിച്ച ഹദീസാണ്. എന്താ ഹദീസിൽ പറഞ്ഞത്? ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാളെ മദഹ് ചെയ്യൽ, പ്രശംസിക്കൽ, അയാളെ അറുക്കലാണെന്നാണ് പറഞ്ഞത്. കശാപ്പ് ചെയ്യലാണ്. കാരണം എന്താ? ആ പ്രശംസ ഇട്ടിട്ടുണ്ടെങ്കിൽ മൂപ്പര് ചിലപ്പോൾ എന്ത് ചെയ്യും? എരപ്പാകും, മതപരമായിട്ട് അയാൾ തകരും. അതുകൊണ്ട് തന്നെ മുഖത്ത് നോക്കിയിട്ട് പ്രശംസിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിരുത്സാഹപ്പെടുത്തണം. ഇദാ റഅയ്തുമുൽ മദ്ദാഹീൻ ഫഹ്സു ഫി വുജൂഹിഹിം തുറാബ് എന്ന് പറഞ്ഞില്ലേ? മദ്ഹ് പറയുന്ന ആളുകളെ കണ്ടെങ്കിൽ മുഖത്ത് മണ്ണ് വാരിയിടാൻ പറഞ്ഞു. മുഖത്ത് മണ്ണ് വാരിയിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അയാളുടെ മുഖത്തേക്ക് മണ്ണ് വാരിയിട്ട് എറിഞ്ഞ് അയാളെ കണ്ണു വെട്ടിച്ചെന്നുള്ള അർത്ഥത്തിലാണ്. ചിലരങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പൂർവികരിലുണ്ട്, മണ്ണ് വാരിയിട്ട് അങ്ങോട്ട് എറിയാന്നുള്ളത്. പക്ഷേ ചില പണ്ഡിതന്മാർ, ഇബ്നുൽ അറബിയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞാൽ എന്താ? ഒരാളെ പ്രശംസിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ മുഖത്തിന് നേരെ മണ്ണ് വാരി എറിയണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് അയാളുടെ മുഖത്തെ അയാളെ കണ്ണു പൊട്ടിക്കാനുള്ള ഏറല്ല. പ്രത്യുത അയാൾക്ക് ബോധ്യപ്പെടുത്താനാണ്, പൊന്നു ചങ്ങാതി, ഈ മണ്ണിൽ നിന്നാണ് ഈ പ്രശംസിക്കപ്പെടുന്നവൻ, മദ്ഹ് ചെയ്യപ്പെടുന്നവൻ പടക്കപ്പെട്ടിട്ടുള്ളത്, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മണ്ണിൻ്റെ സൃഷ്ടി അത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പറച്ചിൽ പറഞ്ഞാൽ മതി എന്ന് അയാൾക്ക് ബോധ്യപ്പെടാനാണ് ഈ മണ്ണ് എറിയാൻ പറഞ്ഞത് എന്ന് ഇമാമിയങ്ങൾ അതിനെ വിശദീകരിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മളുടെ വിഷയം ഒരാളെ പ്രശംസിക്കണമെങ്കിൽ തന്നെ എന്താ നമ്മളോട് പറഞ്ഞത്? അഹ്സിബുഹു കദാ വകദാ വല്ലാഹു ഹസീബുഹു വലാ ഉസക്കി അലല്ലാഹി അഹദ. ഇത് ഒരാളെ മദ്ഹ് ചെയ്യുമ്പോൾ പറയാൻ പറഞ്ഞു. അവിടെ വല്ലാഹു ഹസീബുഹു, അള്ളാഹു ആകുന്നു അയാളുടെ ഹസീബ്, വിചാരണ നടത്തുന്നവൻ. രക്ഷ അർഹിക്കുന്നുവെങ്കിൽ രക്ഷ കിട്ടും, ശിക്ഷ അർഹിക്കുന്നുവെങ്കിൽ ശിക്ഷ കിട്ടും. കാരണം അയാളുടെ വിചാരണ നടത്താനുള്ളത് അള്ളാഹു ആകുന്നു. അവിടെ അള്ളാഹുവിൻ്റെ ഹസീബ് എന്ന ആ പേര് വന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ ഒരു വ്യക്തി മുഖത്ത് നോക്കിയിട്ട് പ്രശംസിച്ച് മദ്ഹ് ചെയ്തു. സുഫിയാൻ ഇബ്നു ഉയൈന അറിയപ്പെട്ട ഇമാമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ
ഒരാൾ. അപ്പോൾ സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞു എന്നാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ലാ യഅലമൂൻ, അല്ലാഹുവേ ഈ പുകഴ്ത്തുന്ന ആളുകൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് എനിക്ക്, അത് നീ എനിക്ക് പുറത്തു തരണമേ. വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, അവർ പറയുന്നതിൽ നീ എന്നെ പിടികൂടരുത്. കാരണം അവർ പറയണ പോലെ ഇഷ്ടപ്രകാരം, ഞാൻ പറഞ്ഞിട്ട് പറയല്ല. അപ്പോൾ അവർ മദ്ഹായിട്ട് എന്നെ പറയുന്നതിൽ നീ എന്നെ പിടികൂടരുത്. വജഅൽനി ഖൈറൻ മിമ്മാ യظുന്നൂൻ, അവർ എന്നെക്കുറിച്ച് വിചാരിക്കുന്നതിനേക്കാൾ നീ എന്നെ ഉത്തമനാക്കണമേ. ഇതാര് പറയാറുണ്ടെന്നാണ് ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്. ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ കൊടുത്തൊരു സംഭവമാണിത്. അവിടെ ഈ മുഖത്ത് നോക്കിയിട്ട് മദ്ഹ് ചെയ്യുമ്പോഴുണ്ടല്ലോ, മദ്ഹ് ചെയ്യുമ്പോൾ ഇമാമിങ്ങൾ ആ മദ്ഹ് ചെയ്യുന്നവർ കേൾക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ്. അതെന്തിനാ? അതാ പറയുന്നവർക്ക് കൂടി ഒരു അദബാകാനാണ്. അള്ളാഹു അവർക്കറിയാത്ത കുറേ കാര്യങ്ങൾ എന്നിലുണ്ട്, അത് നീ എനിക്ക് പൊറുക്കണമേ. അവർ മദ്ഹ് ചെയ്തെന്നെ പറയുന്ന വിഷയത്തിൽ നീ എനിക്ക് പുറത്തു തരണമേ. അവർ വിചാരിക്കുന്നതിനേക്കാൾ നീ എന്നെ ശ്രേഷ്ഠനാക്കണമേ എന്നാണ് അവിടെ ആ ദുആയിലുള്ളത്. അപ്പം എന്താ, ആ ദുആ കേൾക്കുന്ന ഒരാൾക്കറിയാം നമ്മൾ മദ്ഹ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളും അള്ളാഹും തമ്മിൽ കുറേ അള്ളാഹു പുറത്തു കൊടുക്കേണ്ട വിഷയങ്ങളുണ്ട് എന്നുള്ളത്. നമ്മൾ നല്ലതാണ് അയാളെക്കുറിച്ച് വിചാരിക്കണത്, അതിനേക്കാൾ ഉത്തമനാക്കണമെന്നാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ പോരായ്മയുള്ളവരും കുറവുള്ളവരാണ്. അതുകൊണ്ട് മദ്ഹ് ചൊല്ലി കാട് കയറണ്ട എന്ന് മദ്ഹ് ചെയ്യുന്നവർക്ക് ബോധ്യപ്പെടുകൂടി ചെയ്യും. അതുകൊണ്ടാണ് ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന ആ വിധം അവർ കേൾക്കെ ദുആ ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ അൽ ഹസീബ് എന്ന പേര് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ദുആ വചനം നമ്മൾ പഠിക്കാനുണ്ട്. അതെന്താ? നമുക്ക് അള്ളാഹു മതി പ്രശ്നങ്ങൾ തീർക്കാൻ എന്നാണല്ലോ. ഹസ്ബി അള്ളാഹു മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മൻ ഖാല ഇദാ അസ്ബഹ വ ഇദാ അംസ, പ്രദോഷത്തിലായാൽ അതേപോലെ തന്നെ പ്രഭാതത്തിലായാൽ ഒരാൾ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഇത് 7 തവണ ഒരാൾ പറഞ്ഞാൽ അയാളെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ അത് തീർക്കാൻ അള്ളാഹു അയാൾക്ക് മതി എന്നാണ്. അപ്പോൾ എല്ലാ പ്രഭാതങ്ങളിലും ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഇത് 7 തവണ പറയാം. സൂറത്ത് തൗബയിലെ ആയത്തിൻ്റെ അവസാന ഭാഗമാണത്. സൂറത്ത് തൗബ അതിലെ അവസാനത്തെ ആയത്തിലെ അവസാന ഭാഗം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, എനിക്ക് അള്ളാഹു മതി. അള്ളാഹു ഹസീബാണ്, എനിക്ക് അള്ളാഹു മതി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അലൈഹി തവക്കൽതു, അവനിൽ മാത്രം ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അള്ളാഹു മഹിത സിംഹാസനത്തിൻ്റെ റബ്ബാകുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിൽ ഞാൻ തവക്കുലാക്കി, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ആ അള്ളാഹു എനിക്ക് മതി. ഈ ദുആ 7 തവണ പ്രഭാതത്തിൽ, 7 തവണ പ്രദോഷത്തിൽ, എങ്കിൽ അവന് പ്രശ്നമാക്കുന്ന വിഷയങ്ങളുണ്ടാകും, അവനെ അലട്ടുന്ന വിഷയങ്ങളുണ്ടാകും, അവനെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങളുണ്ടാകും, അവനെ ദീനത്തിലും അതേപോലെ വേദനയിലാക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ തീർക്കാൻ ഈ ദിക്ർ മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇമാം ഇബ്നു സുന്നി റിപ്പോർട്ട് ചെയ്തു. ഷെയ്ഖ് അൽ അർണാഊത്തിനെ പോലുള്ളതായ പണ്ഡിതന്മാർ അത് കുറ്റമറ്റ ഹദീസാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ ഒരു സനദ്, ഒരു റിപ്പോർട്ടിൽ ഈ ദുആ ചൊല്ലുന്നവൻ സ്വാദിഖൻ കാന ഔ കാദിബൻ, സത്യസന്ധനായിട്ട് ഇത് പറഞ്ഞാലും ഇനി വ്യാജനായിട്ട് ഇത് പറഞ്ഞാലും ശരി എന്നൊരു വാൽക്കഷ്ണം ഇതിനെന്തുണ്ട്, ചില റിപ്പോർട്ടുകളിലുണ്ട്. ഇമാം അബൂ ദാവൂദിനെ കണ്ട റിപ്പോർട്ടിൽ ആ ഹദീസിനെ കുറിച്ച് അൽബാനി അത് മുൻകറാണ് എന്ന് പറഞ്ഞിട്ട്, അത് തെളിവിന് പറ്റാത്ത ഹദീസാണ്, അങ്ങനെ ഒരു റിപ്പോർട്ട് ശരിയല്ല. അത് ഇവിടെ വേർതിരിച്ച് മനസ്സിലാക്കണം.
7 തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അത് മതി എന്നുള്ളതാണ്. അത് ശരിയാണ്. അതാണ് അർണാവുത്തിനെ പോലുള്ളവർ സഹി എന്ന് വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ കുറ്റമറ്റ പരമ്പര എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ ഒരാൾ സാദിഖൻ കാന ഔ കാദിബൻ, സത്യവാനായിട്ട് പറഞ്ഞാലും ഇനി വ്യാജനായിട്ട് പറഞ്ഞാലും എന്താണ്, ഇത് 7 തവണ പറഞ്ഞാൽ മതി എന്നറിയിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമുള്ള ഹദീസിനെ പണ്ഡിതന്മാർ അത് മുൻകറായ ദുർബലമായ റിപ്പോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന് സന്ദർഭോചിതമായിട്ട് ഉണർത്തണം. ഈ ഹസ്ബി അല്ലാ എന്നുള്ളതുണ്ടല്ലോ, ഇപ്പോൾ ചരിത്രത്തിൽ കാണാം ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. ചില മഹത്തുക്കൾ അവരുടെ മോതിരത്തിൽ നഖ്ഷ് ചെയ്യുമായിരുന്നു എന്നാണ്. മോതിരത്തിൽ നഖ്ഷ് എന്ന കൊത്ത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരത്തിൽ കൊത്തുണ്ടായിരുന്നു. എന്തായാലും എഴുതിയിരുന്നത് റസൂലുള്ളാഹിൻ്റെ മോതിരത്തിൽ മുഹമ്മദുർ റസൂലുള്ള എന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്ന് ചിലർ എന്ത് ചെയ്യുമായിരുന്നു, മോതിരത്തിൽ കൊത്തുമായിരുന്നു. ചിലർ പല വചനങ്ങളാണ് ആ വിഷയത്തിൽ സെലക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇമാം ഇബ്നു ഷിഹാബിൻ സുഹ്രി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അലല്ലാഹി യതവക്കലു അബു മുഹമ്മദ്, അള്ളാഹുവിൽ മാത്രം യതവക്കലു അബു മുഹമ്മദ് തവക്കുലാക്കുന്നു. അതെന്താ? അബു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇമാം സുഹ്രിൻ്റെ പേരാണ്, വിളിപ്പേരാണ്. അദ്ദേഹത്തിന് മോതിരത്തും അതാണ്ടായിരുന്നത്, അള്ളാഹുവിൽ അബു മുഹമ്മദ് തവക്കുലാക്കുന്നു എന്നർത്ഥമുള്ള ഒരു കൊത്ത് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഖുലഫാക്കളുടെയൊക്കെ മോതിരത്തിൽ ഇങ്ങനെ ഇതേപോലെ നഖ്ഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതെന്താ? അത് അള്ളാഹു മതി എന്നുള്ള ആ ആദർശം അത് രൂഢമൂലമായപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ദിക്റുകൾ എഴുതാം. ചുമരുമ എഴുതിയേക്കാം, വാതിൽമ എഴുതിയേക്കാം, അതേപോലെ നമ്മൾ കിടക്കണോടത്ത് എഴുതിയേക്കാം. എന്തിന്? ചുമര അലങ്കരിക്കാനല്ല, വീട് അലങ്കരിക്കാനല്ല, പ്രത്യേകത നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതി വെക്കാം. ആ രീതിയിൽ എഴുതുന്നതിന് പ്രശ്നമല്ല, ഓർക്കാൻ വേണ്ടിയിട്ടല്ല, അത് അലങ്കാരത്തിനല്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകന് 1000 ദിർഹമിലൊരു മോതിരം വാങ്ങിയെന്നാണ്. 1000 ദിർഹമിനൊരു മോതിരം വാങ്ങി ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ മകൻ. എന്നിട്ട് വാപ്പാൻ അതറിയിച്ചു, ഇങ്ങനെ ഒരു 1000 ദിർഹമിനൊരു മോതിരം വാങ്ങിയെന്ന്. അപ്പോൾ വാപ്പ പറഞ്ഞ് ആ മോതിരം 1000 ദിർഹമിന് വിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഓരോ ദിർഹം കൊണ്ട് ഓരോ മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു, മോതിരം വാങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് മകനോട് പറഞ്ഞ് ഒരു ഇരുമ്പിൻ്റെ മോതിരം വാങ്ങാൻ പറഞ്ഞു. പിന്നെ ഇരുമ്പിൻ്റെ മോതിരം. എന്നിട്ട് ആ ഇരുമ്പിൻ്റെ മോതിരം വാങ്ങിയിട്ട് അയിമ റഹിമല്ലാഹു ഇംറഅൻ അറഫ ഖദ്റ നഫ്സിഹി എന്ന് കൊത്തിയേക്കാൻ പറഞ്ഞു. എന്താ റഹിമല്ലാഹു ഇംറഅൻ അറഫ ഖദ്റ നഫ്സിഹി? ഒരു മനുഷ്യനോട് അള്ളാഹു കരുണ കാണിക്കട്ടെ, സ്വന്തം നഫ്സിൻ്റെ വില മനസ്സിലാക്കിയ വ്യക്തി, അയാളോട് അള്ളാഹു കരുണ കാണിക്കട്ടെ എന്ന അർത്ഥം വരുന്ന ആ കെലിമത്ത് അത് മോതിരത്തിൽ കൊത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു, ആ ഇരുമ്പിൻ്റെ മോതിരത്തിൽ. അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്തിനാ ചെയ്തത്? മകനെ വിരക്തനായി ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊത്താൻ പറഞ്ഞത് മോതിരത്തിൽ. അപ്പം അങ്ങനെ പിന്നെ എഴുതുന്നതിൽ പ്രശ്നമല്ല, ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ഓർക്കാൻ വേണ്ടിയിട്ട്. ചിലർക്ക് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ളത് ഓർക്കാനല്ല, അത് അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എന്താ ഈ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ? നമ്മൾ ചരിത്രങ്ങൾ കേട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം കേട്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം കേട്ട്, ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഒട്ടകക്കട്ടിൽ അല്ലെങ്കിൽ സഫ്വാൻ ഇബ്നു മുഅത്തലിൻ്റെ ഒട്ടകക്കട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ പറഞ്ഞ ചരിത്രമൊക്കെ നമ്മൾ കേട്ട്. അടിച്ച് വലിച്ചിയാക്കപ്പെടുന്ന ഒരു സ്ത്രീ, അവർ ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞ ആ ചരിത്രം നമ്മൾ കേട്ട്. എന്താ അതൊക്കെ? പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അള്ളാഹു മതി എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഈമാൻ, അതിൻ്റെ സാക്ഷാത്കാരം, അതാണ് ദൃഢവിശ്വാസത്തിൻ്റെ ലക്ഷണം. പക്ഷെ പല മുസ്ലിമീങ്ങൾക്കും ഈ അള്ളാഹ് എന്നുള്ള വിളി വരുന്നുണ്ടാവും പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ. എത്ര മുസ്ലിമീങ്ങളുണ്ട് അള്ളാഹുവിൽ പിടുത്തം വിട്ട്
നേർച്ചക്കാരിൽ, ശുഹദാക്കളിൽ, ബദരീങ്ങളിൽ, ഉഹദീങ്ങളിലൊക്കെ ആശ്രിതരാകണത്? ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്താ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ? അതവിടെ എഴുതിയിട്ട് അലങ്കാരത്തിന്. ഇവൻ്റെ വിശ്വാസത്തിലുള്ളത് എന്താ? അല്ലാഹു മദീന. ഒന്ന് വീഴാൻ പോയാൽ ശുഹദാക്കളെ വിളിക്കും, ഒരു പ്രതിസന്ധി വന്നാൽ നേർച്ചക്കാരെ വിളിക്കും, ഒരു ദുരിതം വന്നാൽ നേർച്ചക്കാർക്ക് നേർച്ചയാക്കും. ഇങ്ങനെ പല മുസ്ലിമീങ്ങളും അവർക്ക് ഈ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ളത് അലങ്കാര, അത് മോടി കൂട്ടാനുള്ള അല്ലെങ്കിൽ കലണ്ടറിൽ തൂക്കാനുള്ള ചില വചനങ്ങൾ മാത്രമാണ്. അതിനുള്ളതല്ല ഇത്തരം ദിക്റുകൾ. എഴുതാവുന്നതാണ്, പക്ഷേ എന്തിന്? ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നിലക്ക് മഹത്തുക്കൾ അങ്ങനെ ഇത് മോതിരത്തിൽ എഴുതിയിരുന്നു എന്നുള്ള ചരിത്രങ്ങൾ കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ് ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. മക്കയിലെ ബഹുദൈവവിശ്വാസികളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാണ്, വലഇൻ സഅൽതഹും, ബഹുദൈവവിശ്വാസികളോട് പ്രവാചകരെ നിങ്ങൾ ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ലയഖൂലുൻ, ബഹുദൈവവിശ്വാസികൾ പറയും അല്ലാഹ്, അള്ളാഹുവാണ് എന്ന്. ഖുൽ, അപ്പോൾ പ്രവാചകരെ നിങ്ങൾ ചോദിക്കുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ദുആ ഇരക്കുന്നവരുണ്ട്, അവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, എനിക്ക് അള്ളാഹു ഒരു ദുരിതമേൽപ്പിക്കുവാൻ ഉദ്ദേശിച്ചാൽ, നിങ്ങൾ വിളിച്ചു ദുആ ഇരക്കുന്നവർ അള്ളാഹു ഉദ്ദേശിച്ച ദുരിതം എന്നിൽ നിന്ന് പോക്കുവാൻ കഴിവുള്ളവരാണോ? ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, പടച്ചോൻ എനിക്കൊരു കരുണ കാണിക്കുവാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം പിടിച്ചു വെക്കുവാൻ നിങ്ങൾ ദുആ ഇരക്കുന്നവർ പ്രാപ്തരാ, കഴിവുള്ളവരാ? എന്താ അവർ പറയാ? അല്ല, അള്ളാഹിൻ്റെ റഹ്മത്തിനെ തടുക്കാൻ ഇവർക്ക് കഴിയില്ല. അള്ളാഹു ദുരിതമേൽപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അത് തടുക്കാൻ ഇവർക്ക് കഴിയൂല. ഖുൽ, അപ്പോൾ റസൂലെ നിങ്ങൾ പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്നവർ അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. തവക്കുലാക്കുന്നവർ അള്ളാഹുവിൽ മാത്രം കാര്യങ്ങളെ ഏൽപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അൽ ഹസീബ് എന്ന പേര് മനസ്സിലാക്കുമ്പോൾ പ്രതിസന്ധികൾ നമുക്ക് പോക്കുവാൻ, പ്രയാസങ്ങൾ നമ്മൾ തൊട്ട് നീക്കുവാൻ, ദുരിതങ്ങൾ നമ്മളെ തൊട്ട് വഴിമാറ്റുവാൻ, നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് ഉയർത്തുവാൻ അള്ളാഹു മതിയായവനാണ്. അള്ളാഹു ഹസീബാണ്. അങ്ങനെയുള്ള ഹസീബായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മേലായ റബ്ബായി ഉണ്ടായിരിക്കെ പടപ്പുകളിൽ ആശ്രിതരാകുന്ന, പടപ്പുകളെ വിളിക്കുന്ന, അവർ ആരായാലും അവരിൽ വിശ്വാസം വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടുള്ളതല്ല. നമ്മളുടെ പ്രഖ്യാപനവും ഹസ്ബി അല്ലാഹ് അല്ലെങ്കിൽ ഹസ്ബുൻ അല്ലാഹ് വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ എന്ന് തുടങ്ങിയതായ പ്രഖ്യാപനമായിരിക്കണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്ക് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം ഇവിടെ മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു മജ്ലിസിനെ ഉപരിലോകത്തെ കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകുമാറാവട്ടെ.
നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.